ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു ഇതിന്റെ കേട്ടോ. സോ അപ്പൊ കുറെ പേര് കമന്റ് ചെയ്ത് അവളെ കയ്യിൽ മൈക്ക് കണ്ട് പ്ലാന്റ്. ആക്ച്വലി ഇത് മൈക്കല്ല, അത് അവൾ എന്നെ എറിയാൻ വേണ്ടിട്ട് അവിടുന്ന് കൊണ്ട് വരുമ്പം എടുത്ത വിസിലായിരുന്നു ഗൈസ്. അപ്പൊ എനിവേ ഷോട്ട് കണ്ടില്ലെങ്കിൽ പോയി കാണാം. അപ്പൊ ഇന്ന് നമുക്ക് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാണ്ട്, പിന്നെ കുറച്ച് പ്രൊഡക്ട്സും അൺബോക്സ് ചെയ്യാണ്ട്. ബൈ ദ ബൈ അൽഫി എടുത്തിട്ടുണ്ട്. അവൾ ഇന്നലെ എനിക്ക് ഇതാക്കണ ഈ റോസ് ഗിഫ്റ്റ് തന്ന്. താങ്ക് യു ബേബി. പിന്നെ ഈ ഒരു മിഠായി. ഓ ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് അൽഫി, നല്ല സാധനം. എന്റെ ബേബി പനിയാണെങ്കിലും എനിക്ക് ഇതൊക്കെ ഗിഫ്റ്റ്. തല അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് സംഭവം. പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്കി ബാർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. എന്റെ ബേബി ഒരു സംഭവം തന്നാല് വേറെ എന്തോ ഉണ്ടായിരുന്നു, ഞാനും മറന്നുപോയി. പിന്നെ ഒരു സങ്കട വാർത്ത ഉണ്ട് ഗൈസ്. നമ്മളുടെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് എയർ ടൈറ്റ് ആക്കി വെച്ചില്ല, പകുതി തുറന്ന് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഗൈസ്. അപ്പം ഞാൻ ഇന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, നേരെ എനിക്ക് ആലുവ പോകണം. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവറി എന്താ പറയുക അവിടെ കിടക്കുകയാണ്, അവർ ഡെലിവറി ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. കാരണം 11 ദിവസമായി നമ്മളത് വെയിറ്റ് ചെയ്യുന്നു. സോ എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മളിപ്പം പോയി അതെടുക്കണം. അതിന് മുമ്പ് ഫ്രഷ് ആയിട്ട് നമുക്ക് പോയിട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. ഓക്കെ, ആലുവ വരെ പോയിട്ട് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വന്ന് കഴിച്ചു. കാരണം എന്താ വെച്ചാൽ അവർ 2 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി, അതുവരെ കാത്തിരിക്കാൻ കഴിയില്ല. ഇതാക്കണം അപ്പം 2 ബംഗാളികളെ ഇറക്കിയിട്ടുണ്ട് പണിക്ക്. സട്ടിട്ട് വരുന്ന ബംഗാളി. ഇതാണ് സാധനം. ഇത് നമ്മളുടെ ആ ബാൽക്കണി ഇല്ലേ, ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആട്ടാ. കൊന്തൂല ഞാനും ഓളും പിടിച്ചോളാം, നിങ്ങൾ കിടന്നോളൂ. വേണോ വേണ്ട, അവിടെ തന്നെ വെച്ചോ. ഈ അതിനായിട്ട് 2 ആളെ വിളിക്കണോ? വേണ്ട, അങ്ങോട്ട് കൊണ്ടോണ്ട. ഇവർ 2 പേരെയും ആരെങ്കിലും വിളിച്ചോളൂ. എന്ത് സാധനം വേണമെങ്കിലും, എത്ര വെയിറ്റ് ഉള്ള വേണമെങ്കിലും എടുത്ത് പൊന്തിക്കാൻ തയ്യാറുള്ള 2 പെങ്ങന്മാരാണ്. ഓ ഇവിടെ കട്ടെ ആക്രാന്തം വേണ്ട. അതെ ആ എന്തൊരു നീ എന്താ ബീഫ് കഷ്ണം കട്ടേ. അയ്യേ ആ നീ ഇത് പിടിച്ച ഞാൻ എടുക്കാം. നമുക്ക് എത്തൂല, മനസ്സിലായല്ലേ? ഇത് ഈസിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബൈസെപ്സിന് ഇത് ഇങ്ങനെ ഇനി അടുത്തത് ഇത് നമ്മള് 11 ദിവസമായി കാത്തിട്ടുണ്ട്. അവിടെ 2 ദിവസം എത്തിട്ട് എടുക്കി. പോട്ടെ യാ അതന്നെ. ഏയ് മഹേന്ദ്ര ബാഹുബലി. അപ്പം ഇത് നമ്മളുടെ ചെയറാണ്, കാലൻ ചെയർ എന്ന് പറയും. അതിങ്ങനെ ഇരിക്കുന്ന അതെന്തോ ഒരു പേര് പറയായിരുന്നു. തല കുത്തനെ നീ വെച്ചിരിക്കുന്നത് കൊള്ളാം, നല്ല രസമുണ്ട്. സെറ്റപ്പ് സാധനല്ലേ? ഇന്നലാണെന്ന് എനിക്ക് ഇത്ര കാലങ്ങളിൽ ഇരിക്കരുത്, 100 കാലങ്ങളിൽ ഇരിക്കരുത് കുഞ്ഞാളെ. എന്നിട്ട് പോ. അപ്പൊ 110 ഉള്ള ഇരിക്കാന്നാ? 110 നീ 0 സൈസ് എങ്ങണ്ടിരുന്നിട്ട് ചന്തിക്കല്ല സുഖമുണ്ടോ? ആ നല്ല രസമുണ്ട്. അതെന്താ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു കംഫർട്ട് കൊള്ളാം. അപ്പം ബാക്കി ടേബിളും സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അൺബോക്സ് ചെയ്യട്ടെ. അപ്പൊ അടുത്തത് ടേബിള് നമ്മളെല്ലാ സാധനം മടക്കി വെക്കുന്നതാണ് വാങ്ങിയത്. സോ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോകണമെങ്കിലൊക്കെ അല്ലേ. ഇത് ടേബിളാ,
ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോ കൊണ്ടുപോവാം. മടക്കിട്ടിട്ട് കാറിലൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെയാണ് കുറച്ചാണ് സിമ്പിൾ. ഈ ടേബിളിൽ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങലേ. നല്ലൊരു അടിപൊളി അറൗണ്ട് 11,500 12,000 രൂപ. 12,000 ഉറുപ്പിക്ക് ഇത് മുതലാ. നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ അങ്ങനെ ഈജിപ്തിൽ എത്തിയിരിക്കുന്നു. ഈജിപ്തിൽ എനിക്ക് കഞ്ഞി പിടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ എന്റെ ടേബിൾ ഇതാ അതിസാഹസികമായിട്ട് തുറക്കുന്നു. സിമ്പിളല്ലേ. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്റെ മോളെ കൊള്ളാം. ഇവിടെ കൈസ് മുട്ടി ലാസി വരും കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ എല്ലാ പരിപാടി കഴിഞ്ഞ് അഗെയിൻ ഞാൻ നമ്മുടെ ഫ്ലാറ്റിലെത്തി. നമ്മളെ കുരുട്ടുണ്ട്, അവളെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടർ അലർജിയുള്ള മകൾ, ഡോക്ടറെ കാണാൻ അലർജിയുള്ള കുട്ടി പതിയെ വരുന്നുണ്ട്. നല്ല നടക്ക്. ഞാനപ്പം മറ്റേ കാർ അവിടെ ഇട്ടിട്ട് മിനി ആയിട്ട് എടുത്ത് പോകുന്നത്. ഇവളെപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവൾക്ക് ചെവിയിൽ വരെ വേദന വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ ഇൻഫെക്ഷൻ ടോൺസസ് ചെവിയിലേക്ക് വന്നു. അതെ, തല അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ കഴിയുന്നില്ല. പനിയും ഷിവറിങ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഗുളികടിച്ചോ മാറി. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നും കൂടിയും പോവാണ്. ഞാൻ പലതവണ അവളെ പറഞ്ഞു, രാവിലെ മുതൽ ഞാൻ വിളിക്കുന്നുണ്ട്, നമുക്ക് ഇന്ന് ഷൂട്ടും പരിപാടിയൊക്കെ ഒഴിവാക്കാം, നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഡോക്ടറെ കാണാം. പക്ഷെ നമ്മളെ ബേബി എന്ന് പറഞ്ഞാൽ പോരാളിയാണ്. ഇത് എങ്ങനെ ഞാൻ ഗുളികയില്ലാണ്ട് മാറ്റും? മാക്സിമം പതിയെ ഞാൻ കൊണ്ടുപോട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, കാറവിടെ പാർക്ക് ചെയ്ത് അവള് ഹോസ്പിറ്റലിൽ കയറിപ്പോയി കേട്ടോ. എന്താ ചെയ്സ് ഒക്കെ അധികമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അവളെ സ്ഥിരം പരിപാടി ഇതാ. പാവാണെന്ന് അത് ഡോക്ടർ തരാൻ മടിയാണ്, അതുകൊണ്ടാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. പിന്നെ ഇയർ ബാലൻസിങ് ഒക്കെ തെറ്റും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് പിടിച്ച് വലിച്ച് കൊണ്ട് അതാണ് അവൾക്ക് അത്ര ഒരു ഹരമില്ലാത്ത വീഡിയോ. അവൾക്ക് വയ്യ. അപ്പോൾ എന്തായാലും ഡോക്ടർ എന്താ പറഞ്ഞത് നോക്കട്ടെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു ടൈം ആയിട്ടോ. ഇതാണ് ഹോസ്പിറ്റല്. അവളോട്ട് കയറിപ്പോയിണ്ടാവും. എന്തോ ബിസിനസ് ഡീലാണല്ലോ. കയറി ദേ വന്നു ഡോക്ടർ. ചവയ്ക്കുമ്പോഴേക്ക് വേനുണ്ടോ? ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. വേനുണ്ട് അല്ലേ? അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ മസിൽ കയറി പിടിച്ച് നിൽക്കുകയാണ്. ഇൻഫെക്ഷൻ്റെ സമയത്ത് ചിലപ്പോൾ തല തിരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ മസിൽ പിടിച്ചതാണ്. പിന്നെ തൊണ്ടയിൽ ഒരു അസിഡിറ്റി ഉണ്ട്. സമയത്തിന് ഫുഡ് കഴിക്കണം, പെട്ടെന്ന് കടന്നുറങ്ങണം, അങ്ങനെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റാൻ പറഞ്ഞില്ലെങ്കിൽ വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരുപാട് ഗുളികകൾ തന്നു. പിന്നെ കുറച്ച് മരുന്ന് ഓയിൽമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അൽഫി, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ സമയത്ത് ഫുഡ് കഴിച്ച് നല്ല കുട്ടിയാവോ? പറ, പ്രോമിസ് ആയി. ഓക്കെ, ഒന്നും ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി നല്ല കുട്ടിയാവോ? പ്രോമിസ് ആയി. ഇന്നും വന്നില്ലെങ്കിൽ ഇന്നും ഇവിടെ കിടക്കായിരുന്നു. എന്താ ചെയ്യുക? അപ്പോൾ ഈ ഗുളി കുടിച്ച് അപ്ഡേറ്റ് ആവുമെന്ന് നോക്കട്ടെ. നേരെ വീട്ടിൽ പോട്ടെ. വീട്ടിലെത്തി അങ്ങനെ നമ്മൾ രോഗിക്ക് ഓറഞ്ചും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല കറുത്ത മുന്തിരിയും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വാങ്ങിയിരിക്കുകയാണ്. അമ്മമ്മ ആ വീഡിയോ ഷൂട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം കാണാം. ഇന്ന് വേറെ 1-2 ഷൂട്ടൊക്കെ ഉണ്ട്. ഇവൾക്കൊന്ന് ഷൂട്ടുണ്ട്. ഇവിടുന്ന് ഷൂട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഷൂട്ടൊക്കെ നിർത്തി, നമുക്ക് ആദ്യം പോയി നോക്കാം, എന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തി. നാളെ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.